ഓക്കെ, ആലു ടിക്കി ചാട്ടും പപ്പടി ചാട്ടുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ പാവ് ഭാജി. ഹലോ, ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഫുഡ് കഴിക്കാനുള്ളൊരു ചലഞ്ചാണ്. എസ്പെഷ്യലി ഇഷ്ടമുള്ള ഫുഡാകുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചാട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 24 hours ചാട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ് എല്ലാം പലതരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ചാട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സംഭവം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് വരാനായിട്ട് ഒരു 30 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. കാര്യം ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം അത് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. അപ്പം അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാധനം ഇവിടെ എത്തും. ചേട്ടാ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 പാക്കേജ് ഉണ്ട്, 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ ഓർഡർ ചെയ്തതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതിന് ഞാൻ നോക്കണം. ഇത് ചാട്ട് പപ്പടിയോ നോക്കട്ടെ, നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആലു ടിക്കി ചാട്ടും ഓക്കെ ആലു ടിക്കി ചാട്ടും പപ്പടി ചാട്ടുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം, കണ്ടല്ലോ. ഇത് പപ്പടി ചാട്ടാണ്. ഇത് പപ്പടി ചാട്ടാണ്, കാരണം ഇതിൽ ആലു ഇല്ലല്ലോ. അപ്പോൾ മറ്റതായിരിക്കും ആലു ചാട്ട്. തന്നെ ധാരാളമാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് വളരെ ധാരാളമാണ്. ഓക്കെ, ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള 2 സൊല്യൂഷൻ. എനിക്ക് സത്യം പറഞ്ഞത് എങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഏതിൻ്റെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം ഇത് 2 ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ. ഞാൻ നോർമലി ചാട്ട് അല്ലെങ്കിൽ കഴിക്കാൻ പോകുമ്പോഴത്തേക്കും പാനിപൂരി, പാവ് ഭാജി ഇതാണ് കോമൺ ആയിട്ട് വാങ്ങിക്കാറ്. ദഹി പൂരിയൊന്നും അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല. പിന്നെ അങ്ങനെ ഞാൻ വെറൈറ്റി ആയിട്ട് ഇതുവരെ ട്രൈ നോക്കിയിട്ടില്ല. ഞാനിങ്ങനെ പ്ലാറ്ററൊക്കെ കിട്ടൂലേ ചാട്ടിൻ്റെ, അതൊക്കെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അതിൽ വരണയൊക്കെ ഞാൻ കഴിച്ചു നോക്കാറുണ്ട്. ഇതും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് വേറെ എന്തോ സാധനമാണ് കഴിച്ചത്, പക്ഷേ എനിക്ക് പേര് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതിന് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നല്ല വിശപ്പുണ്ട്. അതിപ്പോൾ ഒത്തിരി ലേറ്റായി. ഓ, സാധനം കണ്ടോ, ഇതാണ് ആലു ടിക്കി ചാട്ട്. ഓക്കെ, ഇതാണ് ആലു ടിക്കി ചാട്ട്. ഫ്രൈഡ് ആലു അങ്ങനെ എന്തോ ആണ് സംഭവം. ഓക്കെ, ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഓക്കെ, ഇത് 2ഉം ഒരേ സാധനമാണെന്നാണ് തോന്നുന്നത്, കാരണം മണം ഒരുപോലെ ഉണ്ട്. മിൻറ്റ് എന്തോ ആണ് സംഭവം. പുതിന, മധുരം എല്ലാം കൂടെ, മധുരം കേർഡ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മിക്സാണ്. എനിക്ക് മിക്സിൻ്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷെ കൊള്ളാം. ഓക്കെ, തൈരും പുതിനയും മധുരവും എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് ആദ്യം അല്ലാണ്ട് കഴിച്ചു നോക്കാം. ഇവിടെ നിന്ന് കഴിച്ചിട്ട് അവസാനം രാത്രി ഉറുമ്പ് വന്ന് എന്നെ കടിച്ച് കൊല്ലാനാണ്. കൊള്ളാം സംഭവം. മസാലയൊന്നും ആഡ് മസാലയൊന്നും ഈ സാധനം ആഡ് ചെയ്യാതെ തന്നെ സംഭവം കൊള്ളാം. നോട്ട് ബാഡ്, കുഴപ്പമില്ല സംഭവം. ഈ മിക്സ് ആഡ് ചെയ്യാതെ തന്നെ കഴിക്കാൻ ഒരു സുഖമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സാധനം ആഡ് ചെയ്ത് നോക്കാം. എനിക്കല്ലെങ്കിലും ഇങ്ങനത്തെ പുളി മധുരം എല്ലാം കൂടെ ചേർന്ന് വരുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യണത്, സംഭവം കൊള്ളാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് വന്നു. ആലു ടിക്കി ചാട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, കൊള്ളാം. അതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്തായാലും മൊത്തം കഴിക്കണം, വേറെ കാര്യം. അതിൻ്റെ വേറെ ഫുഡൊന്നുമില്ല.
പാനിപ്പൂരിയല്ലോ പാവ് ഭാജി ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഭയങ്കര റേറ്റ് ഉള്ളൂ, 75 ഉള്ളൂ. ഇത്രയും സാധനം ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഇതിൽ പല സാധനങ്ങളും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വന്നു. ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 4:30 5:30 മണിയായി. 5:30 അല്ല, 5:30 കഴിഞ്ഞിട്ടാ. ഇപ്പോഴാണ് ലഞ്ച് കഴിക്കണമെന്ന് ചോദിക്കരുത്. എന്തായാലും ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ലഞ്ച് മെനു എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ കുറേ ഫുഡാണ്. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ അവിടെ ഞാൻ വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പാവ് ഭാജി ഉണ്ട്. അതിലൊരു സാധനം ഞാൻ പിന്നീട് കഴിക്കാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ. പാവ് ഭാജി കഴിച്ചിട്ട് വിശക്കുകയാണെങ്കിൽ നമുക്ക് കച്ചോറി ചാട്ട് കഴിച്ചു നോക്കാം. ഇത് ഇത്രയും കൂടെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കഴിക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ വടാപ്പാവുണ്ട്. വടാപ്പാവ് ശരിക്കും ഞാൻ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം. ഒരിക്കൽ കഴിച്ച് നല്ല ബോറായിരുന്നു. അതിൽ ഒരു ബണ്ണിൻ്റെ അകത്ത് ഒരു വട എടുത്ത് തന്നിട്ട് വടാപ്പാവ് എന്ന് പറഞ്ഞ് തന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് വളരെ ഒരു വെറൈറ്റി ആയിട്ട് എന്തോ കുറേ മസാലാസും ഇതൊക്കെ ചേർത്താണ് തന്നിരിക്കുന്നത്. അതിൻ്റെ സ്പൈസി വേണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, മീഡിയം സ്പൈസി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് പോകുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവ് ഭാജി. ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ ലുലു മോളിൽ നിന്ന് വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് പാവ് ഭാജി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ ട്രൈ ചെയ്താൽ മതി. ഇതിപ്പോൾ 75 റുപ്പീസാണ് കേട്ടോ വരുന്നത്. പ്രൊമോഷനൊന്നുമല്ല, പക്ഷേ അവിടെ കുറേ സ്നാക്സ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ റേറ്റ് കൂടിയ സ്നാക്സൊക്കെ അവിടെ റേറ്റ് കുറവാണ്. സോ അത് നല്ല നല്ല ഭംഗിയായിട്ട് അവർ പാക്ക് ചെയ്ത് തരുന്നുണ്ട്. നല്ല ക്ലീനായിട്ട് അവർ പാക്ക് ചെയ്ത് തരുന്നുണ്ട്. കണ്ടാ ചിലപ്പോൾ ഇത് ചരിഞ്ഞു പോയ സീനാണ്. കാര്യം ഇത് കണ്ട ഇതിന് ഓയിൽ ഇറങ്ങുന്നുണ്ടാ. ഇതിന് ഓയിൽ ഇറങ്ങിയിട്ട് എൻ്റെ ഒരു ജീൻസ് ഫുൾ ഓയിലായി. അത് കഷ്ടപ്പെട്ടാണ് പോയത്. എന്നിട്ടും പോയില്ല, കുറച്ച് പാട് പോയി. പിന്നെ ബാക്കിയാണ് എൻ്റെ പുതിയ ജീൻസായിരുന്നു. എന്ത് ചെയ്യാനാ? ഓക്കെ, ഫസ്റ്റ് ടൈം ഞാൻ അന്ന് ഇത് കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നേ. ഇന്ന് ഞാൻ കുറച്ചേ കഴിച്ചു. അന്ന് എനിക്ക് വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് ചെയ്തോളൂ. ചെയ്യുന്നത് നമ്മളിത് ഫുള്ള് കഴിക്കും. ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് സവാള, പിന്നെ നമ്മുടെ കറി, ബൺ. അവരെത്ര ബണ്ണ് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒരെണ്ണം മതിയെന്ന്. അതിന് ഒരു ബണ്ണും സ്പൂണൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ ജ്യൂസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ക്യൂക്കമ്പർ ജ്യൂസാണ്, വെള്ളരിക്ക ജ്യൂസ്. ഞാൻ വിചാരിച്ചു മധുരമൊക്കെ ഇട്ടിട്ടായിരിക്കും തരുന്നത്, പക്ഷെ അല്ല. എനിക്ക് ദാഹം ഉണ്ടായിട്ട് ഞാൻ കുടിച്ചു നോക്കി. ക്ലീൻ വെള്ളരിക്ക ജ്യൂസ്. അപ്പോൾ നിങ്ങൾ ഡയറ്റിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. 80 രൂപയാണ് ഇത്ര വില കുപ്പിക്ക്. ഫ്രഷ് ജ്യൂസാണ്. ഈ ഓയിൽ സൂക്ഷിക്കണം. ഈ ഓയിൽ ആയിക്കഴിഞ്ഞാൽ ഫുൾ സീനാണ്. ഭയങ്കര ഓയിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാവ് ഭാജി. കണ്ടോ? ഇത് ഒരാൾക്ക് കഴിക്കാൻ ധാരാളമാണ്. ഒരു മീലായിട്ടൊക്കെ കഴിക്കാം. ഇപ്പോഴേ കൊത്തിയാവണം, കൊത്തി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ വിശപ്പില്ല, എന്താണെന്നറിയില്ല. സാധാരണ എനിക്ക് ഭയങ്കര വിശപ്പാണ്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അടുത്ത വിശക്കും. പക്ഷേ എനിക്കിപ്പോൾ രാവിലെ അല്ലല്ലോ, ഉച്ച സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ, അത് കഴിച്ചതിന് ശേഷം എനിക്ക് വിശപ്പില്ല. പക്ഷെ ഭയങ്കര ദാഹമായിരുന്നു. അത് കഴിച്ചുകൊണ്ടാണോ എന്ന് സംശയമുണ്ട്. വൈകിട്ട് ഞാൻ പുറത്തു പോയി കഴിച്ചാലോ എന്ന് ആലോചിക്കണോ, അറിയില്ല, നോക്കാം. ഞാൻ പറയാൻ മറന്നുപോയി. ലുലു മോളിൽ പോയപ്പോഴത്തേക്കും സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയപ്പോൾ സ്റ്റുഡിയോയിലും കൂടെ ഞാൻ പോയി. കാര്യം ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് കുറേ നാളായി. ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒന്നും പോയിട്ടില്ല.
അങ്ങനെ ഞാൻ പോയി കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. ഹോള് വേണമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഡ്രസ്സ് എനിക്ക് വാങ്ങിച്ചു, ചേട്ടന് വാങ്ങിച്ചു. കുഴപ്പമില്ലാത്ത വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അല്ല, ലുലു മോളിൻ്റെകത്താണ് പോയത്. ട്രിവാൻഡ്രത്ത് കുറച്ചുകൂടെ വലിയ സ്റ്റുഡിയോ വരുന്നത് കേശവസ്വരത്താണ്. അപ്പോൾ നമ്മൾ പാവഭാജി കഴിഞ്ഞു. ഇനി നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് കച്ചോറി ചാറ്റാണ്. കച്ചോറി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്നാക്കാണ്. ഞാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്നാക്ക് ഐറ്റത്തിൻ്റെ ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൽ കച്ചോറി കാണിച്ചു തരാം. ഇങ്ങനെ പൊന്തിയിരിക്കും, ഇങ്ങനെ പൂരി പോലെ ഇരിക്കും കാണാൻ. അപ്പം അതിൻ്റെ ചാട്ടാണ് സംഭവം. കുറച്ച് നേരമായി കേട്ടോ, നല്ല ചൂടോടെ തന്നതാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റായി. ഇതാണ് സംഭവം, കണ്ട നല്ല കളർഫുള്ളായിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കച്ചോരീനെ പിച്ചി ചീന്തി ഇട്ടേക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കണേ. കച്ചോരി എന്താണെന്ന് എനിക്കറിയായിരുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെ ഇതാണ് കച്ചോരി, ഈ വലിയ പീസ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളല്ലാതെ ഇതിലൊക്കെ വരുന്നുണ്ട്. നോക്കാം. ഞാൻ ഭയങ്കര ടയേർഡായിട്ടിരിക്കണല്ലേ. സ്കൂട്ടർ ഓടിച്ചാൽ പോയത് അത്രയും ദൂരം, അതാ. ഓക്കെ, ലെറ്റ്സ് ട്രൈ ഇറ്റ്. കൊള്ളാം. ശരിക്കും കൊള്ളാം. ഇത് കച്ചോരി ഇട്ടിട്ടുണ്ട്, ചന, കടല ഇട്ടിട്ടുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, എന്തേത് ബീട്രൂട്ടുണ്ട്, ദഹി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്തോ സ്വീറ്റായിട്ടുള്ള സോസ് ഉണ്ട്. ഇവിടെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ പറഞ്ഞ സോസ് ഉണ്ടല്ലോ, പോംഗ്രനേറ്റ് ഇട്ടിട്ടുണ്ട്, മറ്റേ മിച്ചർ പോലത്തെ സാധനം ഉണ്ടല്ലോ അതുണ്ട്, മിൻ ചട്നി ഉണ്ട്. നൈസ്. എനിക്ക് എല്ലാത്തിൻ്റെ ഒരു മിക്സ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും. ഇത്രയും കൊണ്ട് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റൂല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. വിശപ്പുണ്ടെങ്കിൽ തീർക്കാം, ഇല്ലെങ്കിൽ പാടായിരിക്കും. അപ്പോൾ ഇപ്പം ഒരു 11-12 മണി സമയമായിട്ടുണ്ട് രാത്രി. ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുന്നത്. ഇങ്ങനെയൊന്നും നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യരുത്. വളരെ അൺഹെൽത്തി വേ ഓഫ് ലിവിങ് ആണ്. ഇന്ന് ലേറ്റ് ആയതുകൊണ്ടാണ്, കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പാറ്റേണിൽ പോയത്. ദൈവമേ, ഇത് കാണുമ്പോൾ ഇത് എൻ്റെ വീട്ടുകാർ കാണുമ്പോഴത്തേക്കും അയ്യോ എന്നെ പിടിച്ചിട്ട് കുടയത്തേ ഉള്ളൂ. അപ്പം എനിക്ക് അറിഞ്ഞൂടെ എല്ലാവരും ഇങ്ങനെയാണോ എന്ന്. വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ നടക്കും. ഓക്കെ, അത് അവരുടെ എല്ലാ കാര്യം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ കഴിക്കും. ഞാൻ എൻ്റെ അമ്മമാരൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മ എസ്പെഷ്യലി. അമ്മ എന്ന് പറയുന്നത് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമായിരിക്കും അമ്മയുടെ കാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. അത് കണ്ടാണ് ഞാനും വളർന്നത്. പക്ഷേ ഞാൻ എനിക്ക് ഇപ്പം ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കി അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വല്ല ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം ഒതുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് നോക്കും. അതങ്ങ് ഒതുങ്ങുമല്ലോ. പിന്നെ അതിന് വേണ്ടി ഇടയിൽ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ വീണ്ടും പോയി ഫുഡ് ഉണ്ടാക്കി, അത് ഇച്ചിരി പാടുള്ള പണിയാണ്. അങ്ങനെ പറ്റിയതാണ് ഇന്ന്. ഓക്കെ, എന്തായാലും വീട്ടുകാരിത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല. ഓക്കെ, എന്നെ ഇനി കാണുമ്പോൾ വഴക്കൊന്നും പറയരുത്. ഓക്കെ, കാര്യം എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, മര്യാദയ്ക്ക് സമയത്ത് ഫുഡൊക്കെ കഴിച്ച് നടക്കണമെന്ന്. പക്ഷെ ഞാനത് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വടാപ്പാവാണ്. അപ്പോൾ പാതിരാത്രി വടാപ്പാവ് തിന്നാൻ എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെളിയിൽ പോകാമെന്ന പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ഓക്കെ, മാത്രമല്ല എനിക്ക് വിശപ്പും വരുന്നില്ല. ഈ സാധനമൊക്കെ ഇന്ന് കഴിച്ചുകൊണ്ടായിരിക്കും. നാളെ ഇനി എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഫുൾ ഡേ ചാട്ട് മാത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സ്നാക്സ് മാത്രം കഴിച്ച് ജീവിക്കുന്നത്.
അൺഫോർച്ചുനേറ്റ്ലി മൈക്ക് ഓഫായ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, എന്തായാലും ഞാൻ വടാപ്പാവ് കഴിക്കാനായിട്ട് പോവാണ്. നമ്മൾ മീഡിയം സ്പൈസിയിലാണല്ലോ വാങ്ങിച്ചത്. അതിൻ്റെ അകത്തൊരു പച്ചമുളക് ഉണ്ടായിരുന്നു, അതിങ്ങനെ പൊള്ളിച്ചിട്ടാണ് തന്നത്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു ഈ വടാപ്പാവിൻ്റെ ഉള്ളി വെച്ചിട്ട് കഴിക്കാനുള്ള സാധനമാണ്. പക്ഷെ ഞാൻ അങ്ങനെ കഴിച്ചില്ല, ജസ്റ്റ് അല്ലാണ്ട് ഒന്ന് കഴിച്ചു നോക്കി എരി ഉണ്ടോ എന്നറിയാം. ചില പച്ചമുളക് അങ്ങനെ എരി ഇല്ല. ഓക്കെ, അപ്പം ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും അതിന് എരി ഉണ്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ഇതങ്ങ് മാറ്റി വെച്ചിട്ട് വടാപ്പാവ് മാത്രം ട്രൈ ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരേ ഒരു പ്രശ്നമായിരുന്നു, കാരണം ഞാൻ വൈകിട്ട് വാങ്ങിച്ച സാധനം കഴിച്ചത് രാത്രിയല്ലേ, ആ ഒരു ചൂടത്തി ഇരുന്നിട്ട് ഉള്ളൊരു ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. എല്ലാം നോക്കുകയാണെങ്കിൽ വടാപ്പാവ് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. നിങ്ങൾ ലുലുവിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ഐറ്റത്തിൽ ഒന്നാണ് വടാപ്പാവ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഇതുപോലത്തെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഓക്കെ, എനിക്ക് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് കഴിച്ച ഫുഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത്, ഞാൻ രാവിലെ കഴിച്ച സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ചട്നി എനിക്ക് ഭയങ്കരമായിട്ട്, ആ സ്വീറ്റ് ചട്നി നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുപോലത്തെ കുറേ ചലഞ്ചസ് ആയിട്ട് കാണാം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.